ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കപ്പളവിൽ റാഗിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അരക്കപ്പളവിൽ ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു 4 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം കൊണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം മൊത്തമായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ 2 പീസ് ഇഞ്ചിൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഒരു വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഈ ഒരു മാവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഈ മാവെല്ലാം നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഒരുപോലത്തെ റെസിപ്പി തന്നെയാണല്ലോ ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ കുറച്ച് ക്യാരറ്റും കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങൾ ആ ഒരു അളവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി ഒന്നുള്ള ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമ്മൾ ദോശത്തവ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം നമ്മൾ നല്ല നേരിയതായിട്ടുള്ള ദോശ അല്ല കേട്ടോ ചുട്ടെടുക്കുന്നത്, ചെറിയൊരു കട്ടിക്കുള്ള ദോശ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് മുകളിൽ നല്ലപോലെ ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ അളവിനനുസരിച്ച് കുറഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇല്ലാതെയും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു ചട്നിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. മുകളിൽ എണ്ണയും കൂടി തടവി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. ചട്നി കൂട്ടി കഴിക്കാൻ നമ്മൾ ദോശൻ്റെ അതേ ടേസ്റ്റിൽ അല്ലെ അതിൽക്കും ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒന്നും കൂടി ഹെൽത്തിനൊക്കെ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.